പ്ലസ് വണ്ണിലെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. വളരെ സുപ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇതിലൂടെ ഞാൻ നൽകുന്നത്. അതെന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൽ റാങ്കും നിങ്ങളുടെ റാങ്കും പരിശോധിക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിന്റെ റാങ്കും നിങ്ങളുടെ റാങ്കും തമ്മിൽ ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിലേക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിലും സെക്കൻഡ്, പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം കാര്യമായ സീറ്റുകളുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ VHSCയിലും നമ്മുടെ ജില്ലകളിൽ, പത്തനംതിട്ട ജില്ലയിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ സീറ്റുകളുണ്ട്. അതുകൊണ്ട് യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അനേകം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെയേറെ ബുദ്ധിമുട്ടും ഒരുപക്ഷെ അവർക്ക് വളരെയേറെ ഭയങ്കരമായ മാനസികമായ ഒരു വിഷമമൊക്കെ ഉള്ളത് കൊണ്ടാണ്, അവരുടെ വിഷമത്തിൽ നിന്ന് കൊണ്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങളോട് ഒരു ഉറപ്പായിട്ടും പറയട്ടെ, യാതൊരു വിധത്തിൽ ടെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത സ്കൂളുകളിൽ അഡ്മിഷൻ ചിലപ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള അടുത്തടുത്ത സ്കൂളുകൾ, നമ്മുടെ ജില്ലയിൽ തന്നെ അടുത്തുള്ള സ്കൂളുകൾ തന്നെ 10-12 സ്കൂളുകൾ തന്നെയുണ്ട് പത്തനംതിട്ട ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഈ സ്കൂളുകളിൽ ഒക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കും. പിന്നെ അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരവും ഉണ്ട് എന്ന് കൂടി അറിയിക്കുന്നു. താങ്ക് യു.